എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ തുടർച്ചയായിട്ട് 2025 2026 നമ്മുടെ മുമ്പിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളും അതേപോലെ നോട്ടിഫിക്കേഷൻസും ഒക്കെ നിങ്ങളിൽ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് കുറെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള അടുത്ത ഒരു യൂസ്ഫുൾ സെഷനാണിത്. അതായത് ഇവിടെ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. PSC ഓൾറെഡി യോഗം കൂടി തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ വീണ്ടും നീണ്ടു പോകുന്നു, എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പരീക്ഷ. അതായത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തുടക്കത്തിൽ ചെന്നെത്താൻ സാധിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷ. അതാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പരീക്ഷ. എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് കേൾക്കുമ്പോഴേ അറിയാം, എല്ലാവരും ഡ്രീം ജോബായിട്ട് കാണുന്ന ഒരു പരീക്ഷയും ഒരു തസ്തികയുമാണ്. SI പോലെ അല്ല. അതായത് SIയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 24/7 ആണ്. എക്സൈസ് ഇൻസ്പെക്ടർ അത്രയില്ല. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും വളരെ പ്രതീക്ഷയോടുകൂടി വൃത്തിയായിട്ട് ഫോക്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് എക്സൈസ് ഇൻസ്പെക്ടർ. നമ്മൾ ഇതിനു മുമ്പേ വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. കോർപ്പറേഷൻ അസിസ്റ്റന്റിന്റെ വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളുടെയും ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് സമയബന്ധിതമായിട്ട് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നിങ്ങളിലേക്ക് അറിയിക്കുവാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷയാണ്. അപ്പോ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു യൂണിഫോം തസ്തികയാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പരീക്ഷ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ തിളങ്ങുവാനും അതേപോലെ തന്നെ വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ് എക്സൈസ് ഇൻസ്പെക്ടർ. പറയേണ്ട ആവശ്യമില്ല. അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ എന്നാണ് വന്നത്, ആ ഒരു നോട്ടിഫിക്കേഷൻ അകത്ത് നിന്നും എത്ര പേർക്കാണ് ജോലി കിട്ടിയത്, ആ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ഘട്ടങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് ആ പരീക്ഷ നടന്നത്, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നാണ് നിലവിൽ വന്നത്, ഇത് സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണോ എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാൻ പോവാം. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഒരു വലിയ പരീക്ഷയാണ്. ലക്ഷക്കണക്കിന് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ. അവസാനമായിട്ട് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്നാണ് ഇതിനു മുമ്പത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതെന്ന് മാത്രം നോക്കിയാൽ മതി, വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനു മുമ്പ് അവസാനമായിട്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്, നോട്ടിഫിക്കേഷൻ വന്നത് 31/12/2019 അത് നിങ്ങൾ ഓർത്തിരിക്കണം. ആ ഒരു സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2019 ആ ഒരു വർഷത്തിന്റെ അവസാന ദിവസത്തിലെ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആ ഒരു വലിയ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വരികയാണ്. കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 497/2019 ആയിരുന്നു. ആ ഒരു ദിവസത്തിലെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നതിന്റെ കൂടെ ഇതും കയറി വന്നു. അതിനുശേഷം കേരളം കോവിഡ് മഹാമാരി എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്ക് കേരളം പോയി, ഇന്ത്യ മൊത്തത്തിൽ പോയി, നമ്മളും പോയി. അപ്പോൾ 2020 നടക്കേണ്ട പരീക്ഷ അന്ന് നടന്നില്ല. അങ്ങനെ പരീക്ഷ പിന്നീട് നടന്നതിന് ശേഷം 2020, 2021, 2022 കാലഘട്ടങ്ങളിലെല്ലാം വലിയ ഒരു പ്രതിസന്ധി കേരളത്തിൽ നടന്നതുകൊണ്ട് ആ ഒരു 2021, 2022 കാലഘട്ടങ്ങളിലെ ആ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിട്ടേൺ എക്സാമും ഫിസിക്കലും ഒക്കെ നടന്നിട്ട്
2023 അവസാനമാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അപ്പൊ 2023 അവസാനം നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ കിട്ടിയ ഒരുപാട് വേക്കൻസികൾ ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും PSC ചെയ്യേണ്ടിയിരുന്നത് കുറച്ചുകൂടി വലിയൊരു റാങ്ക് ലിസ്റ്റ് ഇട്ടായിരുന്നുവെങ്കിലേ അവിടെ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിയമനം കിട്ടിയേനെയായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. വളരെ കുറച്ച് ആളുകളെ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും ജോലി കൊടുത്തുകൊണ്ടാണ് ആ റാങ്ക് ലിസ്റ്റിന് വിരാമം ഇടാൻ പോകുന്നത്. അപ്പോൾ മക്കളെ 2024 ആയതേ ഉള്ളടാ. 2024 വന്നു എന്ന് തന്നെ കരുതാം. കാരണം 2023 അവസാനം നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു എന്ന് കരുതുക. 2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ആ ഒരു വർഷം കഴിഞ്ഞു. ഇപ്പൊ 2025 പകുതിയായി. ഏകദേശം ഒരു വർഷവും 7 മാസവും കഴിഞ്ഞു എന്ന് കരുതുക. അങ്ങനെ കരുത്, ഒരു വർഷവും 7 മാസവും കഴിഞ്ഞു. ഇവിടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 141 പേരായിരുന്നു. 141 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം അത് ചെറിയൊരു സംഖ്യയാണ്. കാരണം ഇത്രയും ലാഗായിട്ട് നടന്ന ഒരു നോട്ടിഫിക്കേഷനില് കുറച്ചുകൂടി ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയായിരുന്നുവെങ്കിൽ അവർക്ക് എല്ലാവർക്കും നിയമനം കിട്ടിയേനെയായിരുന്നു. പക്ഷെ PSC മെയിൻ ലിസ്റ്റിലെ 141 ഉദ്യോഗാർത്ഥികളെ മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ. മാത്രമല്ല ആ 141 പേരുടെ ആ മെയിൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് പോയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാല് 158 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, 141 പേരല്ലേ മെയിൻ ലിസ്റ്റിൽ ഉള്ളൂ, എങ്ങനെ 158 പേർക്ക് അഡ്വൈസ് ആയി എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം, റിസർവേഷനിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൂടി നിയമനം അല്ലെങ്കിൽ അഡ്വൈസ് അയക്കുമല്ലോ PSC. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് 158 അഡ്വൈസുകളാണ് നിലവിലെ പോയിരിക്കുന്നത്. 6/1/2025 അവസാനമായിട്ട് അഡ്വൈസ് പോകുന്നത്. മാത്രമല്ല ഓപ്പൺ കാറ്റഗറിയിലെ 137, അതായത് റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ, റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ആ മെയിൻ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാല് 137, 141 ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 137ാമത് വന്ന ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി അതേപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും കുറെ അധികം ഉദ്യോഗാർത്ഥികൾക്ക് കൂടി നിയമനം കൊടുത്തുകൊണ്ട് ടോട്ടൽ അഡ്വൈസ് 158 അഡ്വൈസുകൾ ആ ഒരു തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോയിട്ടുണ്ട്. ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ്, ഇത് പ്രിലിംസും മെയിൻസും ഒക്കെ നടന്നു പോയ ഒരു പരീക്ഷയാണ്. കാരണം ഡിഗ്രി ലെവൽ പരീക്ഷകളെല്ലാം തന്നെ പ്രിലിംസും നടക്കും, മെയിൻസും നടക്കും. 10th 12th ലെവൽ പരീക്ഷകളിലെ വലിയ മാറ്റങ്ങൾ PSC കൊണ്ടുവരുന്നുണ്ട്. അതായത് പ്രാഥമിക പരീക്ഷ അല്ലെങ്കിൽ പ്രിലിംസിന്റെ പരീക്ഷ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക അല്ലേ. നമ്മളിപ്പോ എഴുതുന്ന ഭൂരിഭാഗം പരീക്ഷകളും മെയിൻസ് പരീക്ഷകളും മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരിക്കലും മാറ്റത്തില്ലെന്നുള്ള കാര്യം PSC നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ പ്രിലിംസ് മെയിൻസ് എന്തായാലും ഉണ്ടാകും, അത് മാറ്റത്തില്ല. പക്ഷേ 10th 12th ലെവൽ പരീക്ഷകളുടെ പ്രിലിംസ് പരീക്ഷ ഏകദേശം ഒരുവിധപ്പെട്ടതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോ വിളിക്കുന്നതെല്ലാം മെയിൻസ് പരീക്ഷകൾ മാത്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഈ ജൂലൈ മാസം അവസാനത്തോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പ്രശ്നം, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വരുന്നതെന്ന് ചോദിച്ചാല് മെയിൻ ലിസ്റ്റിലുള്ള ഏകദേശം ഉദ്യോഗാർത്ഥികൾക്കെല്ലാം നിയമനം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ റാങ്ക് ലിസ്റ്റ് തത്വത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ട് ആയി പോയി എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല അന്ന് പരീക്ഷ നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കട്ട് ഓഫ് വന്നത് 45 മാർക്കാ. ഈ 45 മാർക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ദൗത്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു മെയിൻസിന്റെ പരീക്ഷ നടക്കുന്നു, അവിടെ നിങ്ങൾക്ക് 45 മാർക്ക് നേടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ വന്നിരുന്നേനെ. മെയിൻ ലിസ്റ്റിൽ വന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ജോലിയും കിട്ടിയേനെയായിരുന്നു. അപ്പൊ ഇതായിരുന്നു പരീക്ഷയുടെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോൾ കഴിഞ്ഞുപോയ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്നാണ് വന്നത്, റാങ്ക് ലിസ്റ്റ് എന്നാണ് വന്നത്, ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും
മെയിൻ ലിസ്റ്റിൽപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുത്തുകൊണ്ട് ആ റാങ്ക് ലിസ്റ്റ് തത്വത്തിൽ റദ്ദായിരിക്കുകയാണെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടതായിട്ടുണ്ട്. അതിന്റെ കാലാവധി നോക്കണ്ട. അപ്പൊ നിങ്ങൾ എന്നോട് പറയും, സാറേ ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 28/12/2023 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത്, അല്ലെങ്കിൽ പുതിയ ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 27/12/2026 വരെ ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷേ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരില്ല. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായിട്ട് PSC യോഗം ചേർന്നുകൊണ്ട് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് 2026 കൂടി നമ്മൾ ഇതിന്റെ പ്രിലിംസും മെയിൻസും പരീക്ഷകൾ എഴുതാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് സമയബന്ധിതമായിട്ട് ഈ ഒരു തസ്തികയുടെ പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾ നടക്കും. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ പ്രിലിംസിന്റെ പരീക്ഷ എന്ന് പറഞ്ഞാല് കുറെ അധികം തസ്തികകൾക്ക് വേണ്ടി നടത്തുന്ന പൊതുവായിട്ടുള്ള പ്രാഥമിക പരീക്ഷയല്ലേ? ആണ്. ഏതൊക്കെയാണ്? നമുക്കറിയാം, ഈ വർഷം അവസാനത്തോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കോർപ്പറേഷൻ അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID-ലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ, അതേപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ. ഇത് ഈ 5 പറഞ്ഞു. അതേപോലെ SI ഉൾപ്പെടെയുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഈ തസ്തികകൾക്ക് വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, അതായത് 7 പരീക്ഷ, 7 ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷ, 7 ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പൊതു പ്രാഥമിക പരീക്ഷയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ പൊതു പ്രാഥമിക പരീക്ഷ 2026 തുടക്കത്തോടുകൂടി നടന്നുകൊണ്ട് അടുത്ത ഒരു പകുതിയോടുകൂടി, ജൂലൈ മാസത്തോടുകൂടിയൊക്കെ നമുക്ക് മെയിൻസിന്റെ പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അതിനുശേഷം ഫിസിക്കൽ നടത്തി അവര് എത്രയും പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെയിൻ ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുത്തതുകൊണ്ട്, പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാത്തത് കൊണ്ട് അടിയന്തരമായിട്ട് PSC യോഗം കൂടിയിട്ടാണ് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. ഇനി കുഞ്ഞുങ്ങളെ, അന്ന് നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് സാലറി സ്കെയിലൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പൊ സാലറി സ്കെയിൽ മാറി. നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാല് 43,400 മുതൽ 91,200 വരെയുള്ള വലിയൊരു സ്കെയിലാണ്. അതായത് ബേസിക് തന്നെ 43,000 മാറി. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാമല്ലോ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ സാലറി കിട്ടുമെന്ന്. ബേസിക്, പിന്നെ DA, പിന്നെ HRA, അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു എമൗണ്ട് ആയിരിക്കും സാലറി ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. അതായത് നെറ്റ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 50,000 രൂപയോട് അടുത്ത് ശമ്പളമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞത്. ഇത് പുതിയ സ്കെയിലാണ് കേട്ടോ. ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികള് 19-നും 31-നും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തിന്റെ ഇളവുണ്ട്. 31-ഉം 3-ഉം 34 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെ ഇളവുണ്ട്. അവർക്ക് 36 വയസ്സ് വരെ ഉണ്ടെങ്കിൽ 36 വയസ്സാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതാണ് വസ്തുത. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഈ ഏജ് ലിമിറ്റിനകത്ത് വന്ന ഉദ്യോഗാർത്ഥിയാണ്, നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ്, നിങ്ങളുടെ വയസ്സ് 31-നകത്താണ്, OBC നിങ്ങൾ 34-നകത്താണ്, SC/ST 36-നകത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇതൊരു മാനദണ്ഡമാണ്, വയസ്സൊരു മാനദണ്ഡമാണ്. രണ്ടാമത് നിങ്ങളുടെ ഹൈറ്റ് ഒന്ന് നോക്കിക്കോണേ. നിങ്ങളുടെ ഹൈറ്റ് ഒന്ന് പരിശോധിക്കുക. നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ 165 സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇതൊരു യൂണിഫോം തസ്തികയാണ്.
അതുകൊണ്ട് 165 സെന്റിമീറ്റർ എങ്കിലും മിനിമം ഹൈറ്റ് ഉള്ള ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യമാണ് പറഞ്ഞത്, ആൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ തന്നെ SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ചെറിയൊരു ഇളവുണ്ട്. ഒരു 5 സെന്റിമീറ്ററിന്റെ കുറവ്, 160 സെന്റിമീറ്റർ എങ്കിലും മിനിമം ഹൈറ്റ് ഉണ്ടെങ്കിൽ SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഫിസിക്കൽ മെഷർമെന്റിന്റെ സമയത്ത് നിങ്ങൾക്ക് ആൺകുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. നോർമലായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് 81 സെന്റിമീറ്ററും ശ്വാസം പിടിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്ററിന്റെ വികസനം 86 സെന്റിമീറ്റർ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കണം. അതൊക്കെ അന്നേരം നമുക്ക് ഒപ്പിക്കാം, പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, അത് പോട്ടെ. പിന്നെ SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ചെസ്റ്റ് മെഷർമെന്റിന്റെ കാര്യത്തിലെ എക്സെപ്ഷൻ ഇല്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, പെൺകുട്ടികളിൽ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 152 സെന്റിമീറ്റർ എങ്കിലും ഹൈറ്റ് വേണം. ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ SC/ST കാറ്റഗറിയിൽപ്പെട്ട പെൺകുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 150 സെന്റിമീറ്റർ ഹൈറ്റ് മതി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ്, മാത്രമല്ല ഫിസിക്കൽ ഒക്കെ ഉള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കത്തില്ല. അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. അതേപോലെ നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ NCCക്ക് പോയിട്ടുണ്ടാവുമല്ലോ, അന്നേരം നിങ്ങൾക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഇവിടെ ആഡ് ഓൺ ആണ്, അഡ്വാൻറ്റേജ് ഉണ്ട്, അത് എടുത്തു പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് A സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 2% ഇതുണ്ട്, റിലാക്സേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, മാർക്കിന്റെ കാര്യത്തിലൊക്കെ വെയിറ്റേജ് കിട്ടുന്നുണ്ട് കേട്ടോ. B ആണെങ്കിൽ 3% വെയിറ്റേജ് ഉണ്ട്. C സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ 5% വെയിറ്റേജ് കൂടി നിങ്ങൾക്ക് അവിടുന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആ വെയിറ്റേജ് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതൊക്കെ ഒരു ഇതാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നിങ്ങൾക്ക് C സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങളുടെ റിട്ടൺ എക്സാമിന്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 53 ആണെന്ന് കരുതുക. ഈ റിട്ടൺ എക്സാമിന്റെ അതേ 53 ഉള്ള വേറൊരു കുട്ടി കൂടി ഉണ്ടെന്ന് കരുതുക. ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് 10 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വെയിറ്റേജ് ഉള്ള നിങ്ങളായിരിക്കും റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് വരുന്നത്. അത്രേ ഉള്ളൂ വസ്തുത. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പൊ ഹൈറ്റ് നോക്കി വെച്ചോണം, 165 സെന്റിമീറ്റർ ആണ് ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് 152 സെന്റിമീറ്റർ ആണെന്നുള്ള കാര്യം മറന്നു പോകാൻ പാടില്ല. അതേപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന വയസ്സും ഈ പറഞ്ഞിരിക്കുന്ന ഹൈറ്റും പക്ക സെറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 2026 നടക്കാൻ പോകുന്ന പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം തന്നെ തയ്യാറെടുത്ത് തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പ്രിലിംസിന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എഴുതിയതല്ലേ ഉള്ളൂ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും SI ഉൾപ്പെടെയൊക്കെ ഉള്ള ഒരു പ്രിലിംസിന്റെ പരീക്ഷ ഇപ്പൊ അങ്ങോട്ട് എഴുതി മാറിയതല്ലേ ഉള്ളടാ. അതുപോലെ ഒരു പ്രിലിംസിന്റെ പരീക്ഷ ദേ വരുന്നു. എന്നാ 2026 തുടക്കം അല്ലെങ്കിൽ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി പ്രതീക്ഷിക്കാം. പിന്നെ അത് 2 മാസം കഴിഞ്ഞാൽ മെയിൻസിന്റെ പരീക്ഷ നടക്കും. അവിടെ 20 മാർക്കിന്റെ മാത്സ്, 20 മാർക്കിന്റെ ഇംഗ്ലീഷ്, 10 മാർക്കിന്റെ മലയാളം, എത്രയായി? 50 ആയോ? അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അറിയാവുന്നവന് 50 മാർക്ക് കിട്ടും. അത്രേ ഉള്ളൂ. ഇതാണ് വസ്തുത. അപ്പോൾ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എടാ നിങ്ങൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നന്നായിട്ട് പഠിച്ചു, 50 മാർക്ക് അവിടെ ഇരിക്കുന്നത്, ബാക്കിയുള്ള 50 മാർക്ക് അപ്പുറത്ത് കിടക്കുന്നത്. ബാക്കിയുള്ള 50 മാർക്കിനകത്ത് കലാകായികം, സാഹിത്യം അങ്ങനെ വരുന്ന ഭാഗത്ത് 10 മാർക്കുണ്ട്, കൂടുതൽ കേന്ദ്രീകരിച്ചോണം. ഹിസ്റ്ററി ഫുള്ള് 10 മാർക്ക്. മാർക്ക് കൂടുതലുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പഠിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. സിലബസ് എടുത്തു വെച്ചിട്ട് അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് ഭാഗത്താണോ അവരെ എഴുതി വെച്ചിരിക്കുന്നത് ആ ഭാഗത്ത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് 2021 മുതൽ 2025 വരെ വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസ്, മെയിൻസ് പരീക്ഷകളിൽ PSC നടത്തി മാറിയ ചോദ്യങ്ങൾ പരിശോധിച്ച് കല ഇന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, കായികം ഇന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സിലബസ് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുകയാണെങ്കിൽ പരീക്ഷ ക്രാക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ?
ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ വിധി പരാജയമായിരിക്കും. ഇനി നോട്ടിഫിക്കേഷൻ വരട്ടെ, വന്നിട്ട് പഠിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഓരോ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന സമയത്ത് ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരുന്ന കുറെ ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, 1-ാം റാങ്ക്, 2-ാം റാങ്ക്, 3-ാം റാങ്ക്, 7-ാം റാങ്ക്. അവരുടെ പ്രത്യേകത എന്തെന്നറിയോ? അവര് നേരത്തെ പഠിച്ചു തുടങ്ങിയ ആൾക്കാരാ. ഒരു 250, 300, 400, 500 ഒക്കെ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് പഠിച്ചു തുടങ്ങിയ ആൾക്കാരാ. ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴായിരിക്കും അവർ പറഞ്ഞു, അയ്യോ കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചായിരുന്നെങ്കിൽ നേരത്തെ പോരുന്നു, എവിടാ നേരത്തെ റാങ്ക് ലിസ്റ്റിൽ എത്താരുന്ന്, കുറച്ചും കൂടെ മുമ്പിൽ എത്താരുന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ പറയുന്നത് നോട്ടിഫിക്കേഷൻ ഇന്ന സമയത്ത് വരുവടാ, ഇന്ന സമയത്ത് പരീക്ഷ നടക്കും. അപ്പൊ നിങ്ങൾ സമയബന്ധിതമായിട്ട് ഞങ്ങൾ ആ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നേരത്തെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അതല്ല, നോട്ടിഫിക്കേഷൻ വരട്ടെ, എക്സാമിന്റെ ഡേറ്റ് വരട്ടെ, ഹോൾ ടിക്കറ്റ് വരട്ടെ, പരീക്ഷ ഇനി രാവിലെ എടുക്കാം, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു റാങ്കിലേക്ക് എത്തുവാൻ സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലായ്പ്പോഴും നല്ല റാങ്ക് പ്രതീക്ഷിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ പ്രിലിംസിന്റെ പരീക്ഷയുടെ സിലബസ് നിങ്ങളെ വൃത്തിയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. എടാ കുഞ്ഞുങ്ങളെ, അതിനുശേഷം 1-2 മാസം കഴിയുമ്പോൾ ഈ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ മെയിൻസിന്റെ പരീക്ഷ നടക്കും. അവിടെ എന്താ പ്രത്യേകം എന്നറിയോ? നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് 20 മാർക്ക്. എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്ക്. അതേപോലെ മലയാളം 10, ഇംഗ്ലീഷ് 10, കണക്ക് 10. അപ്പൊ 50 ആയില്ലേ? അപ്പൊ നേരത്തെ 50 എവിടാ പോയത്? മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിനകത്ത് പോയ 50 ഇവിടെ വന്നപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് 50 ആയിട്ട് മാറി. ബാക്കിയുള്ള വിഷയത്തില് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് കറണ്ട് അഫേഴ്സ് 8 മാർക്കിന്റെ ചോദ്യങ്ങളാ. കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്കിന്റെ ചോദ്യങ്ങളാ. ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും കൂടെ ചേർത്ത് 15 മാർക്ക്. സോ മാർക്ക് കൂടുതലുള്ള ഭാഗത്ത് വൃത്തിയായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മെയിൻസിന്റെ പരീക്ഷയും എഴുതി മാറി. ഇത് കഴിയുമ്പോൾ ഇവര് നമ്മളെ ഫിസിക്കൽ മെഷർമെന്റിന് വേണ്ടി വിളിക്കും. ഞാൻ ആ പറഞ്ഞ ഹൈറ്റും ഒക്കെ ഉണ്ടല്ലോ, ആ ഹൈറ്റ് ഒക്കെ അവർ ടെസ്റ്റ് ചെയ്യും. നിങ്ങൾ ആ ഫിസിക്കൽ മെഷർമെന്റ് പക്കയായിരുന്നെങ്കിൽ നിങ്ങളെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി വിളിക്കും. അതാണ് ഈ കാണുന്ന സാധനം. 8 ഐറ്റം ഉണ്ട്. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, ക്രിക്കറ്റ് ബോൾ എറിയുന്നത്, റോപ്പ് ക്ലൈംബിംഗ് ഉണ്ട്, പുഷപ്പ് ഉണ്ട്, 1500 മീറ്റർ ഓട്ടം ഉണ്ട്. എടാ, ഈ 8 എണ്ണത്തിലെ ഒരു 5 എണ്ണം നിങ്ങൾ അടിക്കണം. ഏതെങ്കിലും 5 എണ്ണം അടിച്ചാൽ മതി. അതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അതും കിട്ടിയെന്ന് കരുത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, പെൺകുട്ടികളുടെ കാര്യം എങ്ങനെ സാറേ? മക്കളെ, പെൺകുട്ടികളുടെ കാര്യത്തിലെ വേറെയാണ് 8 എണ്ണം. അതായത് ചിലതൊക്കെ സെയിം ആണ്, എന്നിരുന്നാലും ഈ 8 എണ്ണത്തിലെ 5 എണ്ണം അടിക്കണം. സമയത്തിലൊക്കെ മാറ്റമുണ്ട് കേട്ടോ. ഇവിടെ ആൺകുട്ടികൾ 100 മീറ്റർ 14 സെക്കൻഡ് കൊണ്ട് ഓടണമെങ്കിൽ പെൺകുട്ടികൾ 100 മീറ്റർ 17 സെക്കൻഡ് കൊണ്ട് ഓടിക്കേറിയാൽ മതി. അങ്ങനെ നമ്മൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ക്ലിയർ ആയെന്ന് കരുതുക. പിന്നെ നിങ്ങൾ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ബെല്ലും അടിച്ചുകൊണ്ട് വരും. ഇന്നാ മക്കളെ പിടിച്ചോ അഡ്വൈസ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കും. അങ്ങനെ നിങ്ങൾ ജോലിയിലേക്ക് കയറും. ഇതായിരുന്നു നമ്മുടെ ഒരു യാത്ര. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ അധികം ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പഠിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, വൃത്തിയായിട്ട് പഠിച്ചു തുടങ്ങണം. 2021 മുതൽ 2025 വരെയുള്ള മുൻ വർഷ ചോദ്യങ്ങളെല്ലാം ഈ ഒരു കാലയളവിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ, അല്ല നോട്ടിഫിക്കേഷൻ ഇപ്പൊ വരും, ഉടനെ വരും, 1-2 ആഴ്ചക്കുള്ളിൽ വരും. അപ്പൊ അതൊന്നും നടക്കത്തില്ല. ഒരു പ്രിലിംസിന്റെ പരീക്ഷയുടെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പേ, ഡേറ്റ് എന്തായാലും 2026 പകുതിയോടുകൂടി ആയിരിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് ആ ഒരു എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് 2021 മുതൽ 2025 വരെയുള്ള വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ നടന്നുപോയ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യത്തിലെ വ്യക്തമായ ധാരണ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ
കോമ്പറ്റിറ്റീവ് ക്രാക്കറിലെ പുതിയ കോഴ്സ് തുടങ്ങുകയാണ്. ഇവിടെ വിവിധ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇപ്പൊ നമ്മൾ വരാൻ പോകുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, കോർപ്പറേഷൻ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, ഇതെല്ലാം നേരത്തെ പറഞ്ഞു പോയതാ. ഇതിനെല്ലാം പ്രത്യേകമായിട്ട് ഓരോത്തിനും പ്രത്യേകം ബാച്ചുകൾ നമ്മൾ അലോട്ട് ചെയ്യുവാണ്. പരമാവധി ഉദ്യോഗാർത്ഥികളെ CC-യിലൂടെ ഗവൺമെന്റ് സർവീസിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം പ്രത്യേകം ബാച്ചുകൾ ഓപ്പൺ ചെയ്യുന്നത്. എല്ലാത്തിനും പൊതുവായിട്ടുള്ള ഒരു പ്രാഥമിക പരീക്ഷ ഉണ്ടെങ്കിൽ പോലും അതിനുശേഷം നടക്കുന്ന മെയിൻസ് പരീക്ഷ കൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ബാച്ചുകൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏത് തസ്തികയാണെങ്കിലും ഇതൊന്നും വിളിച്ചിട്ടില്ല, ഉടനെ വിളിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സമയമുണ്ട്. ഇവിടെ വിളിച്ചത് SBCID മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുകയാണ്. സോ പഠിക്കുമ്പോൾ ഈ പരീക്ഷകളെ എല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് വൃത്തിയായിട്ട് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാല് 2025 2026 എന്ന് പറയുന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു വർഷമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നിനും പ്രത്യേകം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ബോർഡ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കാൻ പോകുന്നത് അത് കോർഡിനേറ്ററിനോട് പറഞ്ഞിട്ട് ആ ബാച്ചുകൾ അഡ്മിഷൻ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ തന്നെ കൃത്യമായ ഒരു ഗൈഡൻസോടുകൂടി ഒരു മെന്റർ നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ട് 2025 അവസാനമാകുമ്പോൾ അത്യാവശ്യം സിലബസിന്റെ ഒരു 10-20% എങ്കിലും കവർ ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വരാൻ പോകുന്ന എക്സൈസ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് വരാൻ പോകുന്ന എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തൊട്ടു താഴെ വന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ നെഗറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. പോസിറ്റീവായിട്ടാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നതെങ്കിൽ ഒരൊറ്റ വേക്കൻസി മാത്രം മതി എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു. നിങ്ങൾ 1000 വേക്കൻസിക്ക് വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്. ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തായാലും ഒരു വേക്കൻസി എങ്കിലും ഇല്ലാതെ ആ നോട്ടിഫിക്കേഷൻ വരത്തില്ല. നമുക്ക് എന്തായാലും ഒറ്റ ഒരു അഡ്വൈസ് മാത്രമല്ലേ കിട്ടത്തുള്ളൂ. അതല്ല 1000 വേക്കൻസികൾ ഉള്ളത് കൊണ്ട് 1000 അഡ്വൈസുകൾ നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളുടെ പിറകിന് പോകാതെ വൃത്തിയായിട്ട് പഠിക്കുക. ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. 2025 2026 എന്ന് പറയുന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സർക്കാർ ജോലി നേടിത്തന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.